സ്വാഗതം. ടറാറ്റോ ഒറാക്കിൾ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്ന് 51 അക്ഷരങ്ങളിൽ ഇന്ന് വന്നിട്ടുള്ളത് ഗായത്രി ദേവിയാണ്. ദേവിയുടെ സന്ദേശം എന്താണ്? അന്ധകരണത്തിൻ്റെ ശബ്ദം അനുഭവമാവാൻ സ്വയം സാധന ചെയ്യുക. അന്ധകരണത്തിൻ്റെ ശബ്ദം അനുഭവമാവാൻ സ്വയം സാധന ചെയ്യുക. നേരത്തെ കാർഡിൽ പറഞ്ഞു ക്ഷേത്രം ശരീരമാണെന്നും അതിനുള്ളിലെ പരിശുദ്ധമായ ഊർജ്ജമാണ് ദേവത എന്ന് നമ്മൾ നേരത്തെ കാർഡിൽ ക്ഷേത്രജ്ഞ എന്നുള്ള കാർഡിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ അന്ധകരണത്തിൻ്റെ ശബ്ദം നമ്മൾക്ക് അനുഭവമാണെങ്കിൽ സാധന ചെയ്യുക എന്നാണ് ദേവി പറയണത്. അതായത് പ്രാണായാമം, യോഗ, മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാലം തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ അന്ധകരണത്തിൻ്റെ ശബ്ദം അനുഭവമാവാൻ സാധിക്കും എന്നുള്ളതാണ് പറയണത്. പുറത്തേക്ക് കണ്ണുവർന്ന് നോക്കിയാൽ പുറം മായാലോകമാണ്, ഉള്ളിലാണ് എല്ലാ ശക്തിയും ഇരിക്കുന്നത്. അപ്പോൾ ഉള്ളിലെ ശക്തിയെ ഉണർത്താനായിട്ട് സാധന ചെയ്യുക. അതിലൂടെ നമുക്ക് ആ അന്ധകരണത്തിൻ്റെ ശബ്ദം അനുഭവമാവാൻ സാധിക്കും എന്നാണ് ഇവിടെ ഗായത്രി ദേവി പറയണത്. ഇത് 51ാമത്തെ കാർഡാണ് ഗായത്രി ദേവിയുടെ. ഗായത്രി ദേവിയാണ് ഗായത്രി മന്ത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായ മന്ത്രം, ശ്രേഷ്ഠമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം. ആ മന്ത്രം ഒരു ദിവസം 10 പ്രാവശ്യം ജപിച്ചാൽ തന്നെ അന്നത്തെ പാപം തീരുന്ന പറയാം. അപ്പോൾ ഇതോടെ ദേവിയുടെ സന്ദേശങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിച്ചൊക്കെയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഈ സന്ദേശം കേട്ടാൽ മാത്രം പോലെ അത് ആചരിക്കും കൂടി വേണം. അപ്പോഴാണ് അത് അനുഭവമാവുള്ളൂ. വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ല, അത് ആചരിക്കുക. അങ്ങനെ ആചരിക്കണവർക്ക് സർവ വിജയങ്ങളും ഐശ്വര്യവും ദേവിയുടെ അനുഗ്രഹവും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉൾക്കൊണ്ടു പോവാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.